ഇടതു സർവീസ് സംഘടനകളെ വെട്ടിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ സാക്ഷ്യപത്ര നിബന്ധന മുന്നോട്ട് വച്ചിരിക്കുന്നത്. സമരദിനങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞതിനുള്ള പ്രധാന കാരണം അവധിയെടുത്തതാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഹാജരില്ലായ്മ സമരത്തിന്റെ വിജയമാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇടതു സംഘടനകൾക്ക് തിരിച്ചടി നൽകുകയാണ് ഇപ്പോഴത്തെ നടപടിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. അവധിയെടുത്തവരെല്ലാം തങ്ങൾ സമരത്തിൽ പങ്കെടുത്തില്ലെന്ന് എഴുതി നൽകുമ്പോൾ അതിന്റെ കണക്കുകൾ കൂടി ചേർത്ത് പൂർണ്ണ ഹാജർ വിവരം പുറത്തുവിടാനാണ് സർക്കാർ തീരുമാനം. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരെ ഇടതു സർവീസ് സംഘടനകളും അധ്യാപകരും ജനുവരി 8 മുതൽ 7 ദിവസം നീണ്ട സമരം നടത്തിയിരുന്നു. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സാക്ഷ്യപത്രം നൽകണമെന്ന നിബന്ധന മുന്നോട്ട് വച്ചിട്ടുള്ളത്. സമരത്തിൽ പങ്കെടുത്തില്ലെന്ന് എഴുതി കൊടുക്കുന്ന ഗസറ്റഡ് ഓഫീസർമാർക്ക് മാത്രം ജനുവരിയിലെ പൂർണ്ണ ശമ്പളം നൽകിയാൽ മതിയെന്നാണ് സർക്കാർ നിർദ്ദേശം. സെൽഫ് ഡ്രോയിങ് ഓഫീസർമാർ സമർപ്പിക്കുന്ന ശമ്പള ബില്ലിൽ തന്നെ തങ്ങൾ സമരത്തിൽ പങ്കെടുത്തില്ലെന്ന സാക്ഷ്യപത്രവും നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സാക്ഷ്യപത്രം നൽകാത്തവർക്ക് സമരദിനങ്ങളിലെ ശമ്പളം നൽകില്ല. സമരദിനങ്ങളിൽ അവധിയെടുത്ത് വീട്ടിലിരുന്നവരും തങ്ങൾ സമരത്തിൽ പങ്കെടുത്തില്ലെന്ന സാക്ഷ്യപത്രം നൽകിയാൽ മാത്രമേ പൂർണ്ണ ശമ്പളം ലഭിക്കുകയുള്ളൂ. നോൺ ഗസറ്റഡ് ഓഫീസർമാർക്ക് ജനുവരിയിലെ പൂർണ്ണ ശമ്പളം ലഭിക്കണമെങ്കിൽ അവർ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന് മേലുദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തണം. എന്നാൽ ചില ഓഫീസുകളിൽ സമരത്തിലായിരുന്ന മേലുദ്യോഗസ്ഥർ ഈ സാക്ഷ്യപത്രം നൽകാത്തത് തർക്കത്തിന് കാരണമായിട്ടുണ്ട്. വി എസ് ശ്യാംലാൽ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.